ഹായ് ഓൾ, എല്ലാവർക്കും ക്വസ് പി സി ഹസൽ പി വൈക്യൂയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2026 ഫെബ്രുവരി 25 നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. ഫൈനൽ ആൻസർ കീ വന്ന ശേഷം കണക്റ്റഡ് ഫാക്ട്സുമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ആൻസേഴ്സ് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ചോദ്യം 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻ ബി, ലോർഡ് ഡഫറിൻ. ചോദ്യം 3, താഴെ പറയുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ കൃതി അല്ലെങ്കിൽ കൃതികൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി 1, 4 എന്നിവയാണ്. ആത്മോപദേശ ശതകം, അഭിനവ കേരളം. ചോദ്യം 4, പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനായിട്ടുണ്ട്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. ചോദ്യം 5, സാൻ മിൻ ച്യൂയി ഇവ എന്താണ്? ഓപ്ഷൻ എ, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ചോദ്യം 6, ദേശീയ ജലപാത 3ൻ്റെ ആകെ ദൈർഘ്യം? ഓപ്ഷൻ ഡി, 205 കിലോമീറ്റർ. ചോദ്യം 7, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഓപ്ഷൻ എ, മഹേന്ദ്രഗിരി. ചോദ്യം 8, എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ? ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഓപ്ഷൻ സി, ഗൈറുകൾ. 9, തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം? ഓപ്ഷൻ എ, സിറസ്. 10, കോണ്ടൂർ രേഖയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, 2 പ്രസ്താവനകളും ശരി. അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്തു വച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ച് കടക്കാറില്ല. ചോദ്യം 11, പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 4ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 5% കൂടുതലാണ്. വാർഷിക പദ്ധതികൾ നടപ്പാക്കിയത് 3ാം പദ്ധതിയിലൂടെയും 4ാം പദ്ധതിയിലൂടെയും ഇടയിലാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ഹാരോൾഡ് ഡോമർ മോഡൽ അടിസ്ഥാനമായാണ് തയ്യാറാക്കിയത്. ചോദ്യം 12, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഓപ്ഷൻ സി, 1ഉം 3ഉമാണ് തെറ്റ്. 1ാം ഘട്ടത്തിൽ ഹരിത വിപ്ലവം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി. ഹരിത വിപ്ലവം ചെറുകിട കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്തു. 13, 1991 പുത്തൻ സാമ്പത്തിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, 4 മാത്രം. സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് കുറച്ചു. 14, നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, 3ഉം 4ഉം. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഇത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. 15, താഴെ തന്ന പ്രസ്താവനകൾ തെറ്റേത്? ഓപ്ഷൻ ബി, 1ഉം 4ഉം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കർണാടകയാണ്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനത്തിന് അർഹയായത് നർഗീസ് മുഹമ്മദിയാണ്. 16, FPTPയുടെ പൂർണ്ണരൂപം? ഓപ്ഷൻ ബി, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം. 17, താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി, വ്യാപാരവും വാണിജ്യവും. 18, ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ ബി, അനുച്ഛേദം 338 ബി. 19, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ 12ൽ കുറയാൻ പാടുള്ളതല്ല. ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ആകെ എണ്ണം മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കവിയാൻ പാടുള്ളതല്ല. മന്ത്രിസഭ സംസ്ഥാനത്തെ നിയമസഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 164 2ാം അനുച്ഛേദമാകുന്നു. ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം അഡ്വക്കേറ്റ് ജനറലിന് ഉദ്യോഗം വഹിക്കാവുന്നതാണ്. ചോദ്യം 20, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി, ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയിലെ അംഗം തൻ്റെ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഗവർണറുടെയോ അദ്ദേഹം അതിലേക്ക് നിയമിക്കുന്ന ആളുടെയോ മുമ്പാകെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 189 ആകുന്നു. 21, ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക ഉത്ഭവാധികാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം? ഓപ്ഷൻ ബി, 131ാം അനുച്ഛേദം. 22, HD ദേവഗൗഡയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി, IK ഗുജ്റാൾ.
23. കേരള സംസ്ഥാനത്ത് സാമൂഹിക നീതി വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ഓപ്ഷൻ ബി 1975 സെപ്റ്റംബർ 9. 24. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി കെ എബ്രഹാം മാത്യു. 25. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏത്? ഓപ്ഷൻ എ തൊഴിൽ. 26. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ശ്രീ കെ രാജൻ. 27. മനുഷ്യരിൽ AB രക്തഗ്രൂപ്പ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നു. ഇതിന് കാരണമായി പറയാവുന്ന ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ചുവന്ന രക്താണുക്കളിൽ AB എന്നീ ആൻറ്റിജനുകൾ ഉണ്ടായിരിക്കുകയും പ്ലാസ്മയിൽ ആൻറ്റിബോഡികൾ ഇല്ലാതെയുമിരിക്കുന്നു. ചോദ്യം 28. മാറാരോഗങ്ങളായ ഹിമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ, സെറിബ്രൽ പാൾസി മുതലായവ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏത്? ഓപ്ഷൻ സി താലോലം. 29. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ബ്ലൂ ഫ്ലാഗ് എന്ന പരിസ്ഥിതി അടയാളപ്പെടുത്തൽ അഥവാ ഇക്കോലാബിൽ നൽകപ്പെടുന്നത്? ഓപ്ഷൻ ബി പരിസ്ഥിതി സൗഹൃദവും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ കടൽ തീരങ്ങൾക്ക്. 30. മനുഷ്യ ശരീരത്തിലെ ഹോർമോണുകളുടെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുടെയും പട്ടിക നൽകിയിരിക്കുന്നു. നിരകളിലെ വാക്കുകൾ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ഇൻസുലിൻ ആഗ്നേയഗ്രന്ഥി, റിലാക്സിൻ അണ്ഡാശയം, ഓക്സിറ്റോസിൻ പീയൂഷഗ്രന്ഥി, മെലാറ്റോണിൻ പീനിയൽ ഗ്രന്ഥി. 31. ഒരു ബസ്സിൽ റെയർവ്യൂ മിറർ ആയി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 0.6 മീറ്റർ ആണ്. ഇതിൻ്റെ വക്രത ആരം നിർണ്ണയിക്കുക. ഓപ്ഷൻ സി 1.2 മീറ്റർ. 32. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയായിരിക്കും? ഓപ്ഷൻ ബി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 33. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി? ഓപ്ഷൻ ഡി ഡെന്നീസ് ടിറ്റോ. 34. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കളാണ് അയിരുകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിങ്ക് ലോഹത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ ബി കലാമൻ. 35. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത അല്ലാത്തത്? ഓപ്ഷൻ സി 3 സ്ഥിരമായ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. 36. 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. 37. മുക്തകവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ സി 2ഉം 3ഉം ശരി. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ്. അക്ഷരശ്ലോകവുമായി അഭേദ്യമായ ബന്ധം ഉണ്ട്. 38. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് വാങ്ഖഡെയുടെ ഹൃദയത്തുടിപ്പുകൾ? ഓപ്ഷൻ ബി കായിക ഫീച്ചർ. 39. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ എ പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. 40. ഫോക്ലോർ അക്കാഡമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1ഉം 2ഉം ശരി. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീ OS ഉണ്ണികൃഷ്ണൻ ചെയർമാനാണ്. 41. ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 50% മകനും 32% മകൾക്കും നൽകി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 54,000 രൂപ ബാക്കിയുണ്ടെങ്കിൽ മകന് കൊടുത്ത സംഖ്യ ഏത്? ഓപ്ഷൻ ഡി 1,50,000. 42. 30 പുരുഷന്മാർക്ക് 24 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 120 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ എത്ര പുരുഷന്മാർ ആവശ്യമാണ്? ഓപ്ഷൻ ബി 6. 43. ഒരു വ്യക്തി 15 മണിക്കൂറിൽ സഞ്ചരിക്കുന്നു. ആദ്യ പകുതി മണിക്കൂറിൽ 21 കിലോമീറ്ററിലും മറ്റേ പകുതി മണിക്കൂറിൽ 24 കിലോമീറ്ററിലും സഞ്ചരിച്ച ദൂരം കണ്ടെത്തുക. ഓപ്ഷൻ എ 336 കിലോമീറ്റർ. 44. ഇന്ന് തിങ്കളാഴ്ചയാണ്. 61 ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ ഡി ശനിയാഴ്ച. 45. കുട്ടികളുടെ ഒരു നിരയിൽ വരിയുടെ ഇടതുവശത്തു നിന്നുള്ള എയുടെ സ്ഥാനം 27-മതും വരിയുടെ വലതുവശത്തു നിന്നുള്ള എയുടെ സ്ഥാനം 34-മാണ്. നിരയിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 60. 46. 5:30 ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ എത്രയാണ്? ഓപ്ഷൻ ബി 15 ഡിഗ്രി. 47. തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കുക. ഓപ്ഷൻ എ 25. 289 ആൻസർ. 48. ഈ ശ്രേണിയുടെ അടുത്ത സംഖ്യ ഏത്? ഓപ്ഷൻ എ 326. 49. 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയുടെയും ഏറ്റവും വലിയ സംഖ്യയുടെയും ശരാശരി ഏതാണ്? ഓപ്ഷൻ സി 549.5. 50. 40 സെൻറ്റിമീറ്റർ × 33 സെൻറ്റിമീറ്റർ × 24 സെൻറ്റിമീറ്റർ അളവുകളുള്ള ഒരു ചതുരക്കട്ടയുടെ രൂപത്തിൽ ഒരു ഖര ഇരുമ്പ് കഷ്ണം രൂപപ്പെടുത്തി ഒരു ഗോളം ഉണ്ടാക്കുന്നു. ഗോളത്തിൻ്റെ ആരം എത്ര? ഓപ്ഷൻ എ 21 സെൻറ്റിമീറ്റർ. 51. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനത്തിൽ പെടുന്നത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം.
എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്, പബ്ലിക് സർവീസ് വെഹിക്കിൾ, ഗുഡ്സ് കാരേജ് ഇവയെല്ലാം പെടും. 52. L1 കാറ്റഗറിയിൽപ്പെട്ട വാഹനം ഏതാണ്? ബി. മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ. 53. മോട്ടോർ വാഹന നിയമത്തിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാൻ പ്രായപരിധി നിശ്ചയിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഓപ്ഷൻ ബി, സെക്ഷൻ 4. 54. ലേണേഴ്സ് ലൈസൻസ് എക്സാം പാസ്സായവർക്ക് ഏത് ഫോമിലാണ് ലേണിംഗ് ലൈസൻസ് നൽകുന്നത്? ഓപ്ഷൻ എ, ഫോം 3. 55. ആരാണ് ലൈസൻസിംഗ് അതോറിറ്റി? ഓപ്ഷൻ എ, RTO. 56. പബ്ലിക് സർവീസ് വെഹിക്കിൾ വാഹനങ്ങളുടെ ഗണത്തിൽപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, സ്റ്റേജ് കാരേജ്. 57. ഒരു വാഹനത്തിൻ്റെ പെർമിറ്റ് കാലാവധി അവസാനിക്കുന്നതിൻ്റെ എത്ര ദിവസം മുമ്പാണ് പെർമിറ്റ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻ ബി, 15 ദിവസം മുമ്പ്. 58. ഒരു വാഹനം റോഡിൻ്റെ ഇടതുവശം ചേർന്നാണ് സഞ്ചരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017. 59. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാഹനത്തിൽ യാത്ര ചെയ്യാൻ ചൈൽഡ് റെസ്ട്രെയിൻ സിസ്റ്റം ഘടിപ്പിക്കണം? ഓപ്ഷൻ എ, 12 വയസ്സ്. 60. മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി, ഇവയെല്ലാം: സ്കൂൾ പരിസരം, നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന റോഡ്, ആശുപത്രി പരിസരം. 61. അത്യാസന്ന ഘട്ടങ്ങളിൽ റോഡുകളിൽ ഏത് വാഹനത്തിനാണ് മുൻഗണന നൽകേണ്ടത്? ഓപ്ഷൻ ഡി, ഫയർ സർവീസ് വാഹനത്തിന്. 62. വാഹനം കേടായാൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുവാൻ പാടില്ലാത്ത വാഹനങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി, ഇരുചക്ര വാഹനം. 63. പെട്രോൾ എഞ്ചിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ, നിക്കോളാസ് ഓഗസ്റ്റ് ഓട്ടോ. 64. ഒരു മേജർ ആക്സിഡന്റ് കാണാൻ ഇടയായാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി, അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് വൈദ്യസഹായം എത്രയും പെട്ടെന്ന് നൽകുക. 65. താഴെ തന്നിരിക്കുന്നവയിൽ വാഹനങ്ങളുടെ മുൻഗണനാക്രമം ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, ഫയർ എഞ്ചിൻ, ആംബുലൻസ്, പോലീസ്, പബ്ലിക് ട്രാൻസ്പോർട്ട്. 66. ബ്രേക്ക് ഫൈഡിംഗ് എന്നാൽ എന്താണ്? ഓപ്ഷൻ സി, ബ്രേക്ക് നിരന്തരം ഉപയോഗിച്ചതിൽ ചൂടായി ലൈനറും ബ്രേക്ക് ഡ്രമ്മും തമ്മിലുള്ള ഘർഷണം കുറഞ്ഞ് ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ. 67. MSM എന്നതിൻ്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ, മിറർ സിഗ്നൽ മാനുവർ. 68. സീരിയൽ SRO നമ്പർ 707/2023 പ്രകാരം വേഗത നിശ്ചയിച്ചിട്ടുള്ള റോഡുകളിൽ N കാറ്റഗറി വാഹനങ്ങളുടെ നാഷണൽ ഹൈവേ 6 വരിപ്പാതയിൽ അനുവദനീയമായ സ്പീഡ് എത്രയാണ്? ഓപ്ഷൻ എ, മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗം. 69. ഒരു വാഹനത്തിൻ്റെ ലോഡ് അടക്കമുള്ള ആകെ ഭാരം പ്രതിപാദിക്കുന്നത് വാഹനത്തിൻ്റെ ഡാഷ് സർട്ടിഫിക്കറ്റിൽ ആണ്. ഓപ്ഷൻ എ, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. 70. കാവൽ ഇല്ലാതെ റെയിൽവേ ലെവൽ ക്രോസിൽ വാഹനം സമീപിക്കുമ്പോൾ ഡ്രൈവർ? ഓപ്ഷൻ ബി, വാഹനം നിർത്തി ട്രെയിൻ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകണം. 71. ഇൻഷുറൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ വാഹനം ഓടിച്ചാൽ ഡ്രൈവർക്ക് ലഭിക്കാവുന്ന പിഴ എത്രയാണ്? ഓപ്ഷൻ സി, 2000 രൂപ. 72. പ്രായപൂർത്തിയാകാത്ത കുട്ടി പൊതുനിരത്തിൽ വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. വാഹന ഉടമ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് 25,000 രൂപ പിഴയും 3 വർഷം തടവും. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 12 മാസത്തേക്ക് അയോഗ്യത കൽപ്പിക്കും. വാഹനം ഓടിച്ച കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് ലഭിക്കുകയില്ല. 73. ഗുഡ് സമരിറ്റൻ്റെ അവകാശങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിവരം നൽകാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലെങ്കിൽ പോലീസിന് നിർബന്ധിക്കാൻ പാടില്ല. 74. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാഹനങ്ങളുടെ രേഖ പിടിച്ചെടുക്കാൻ അധികാരം നൽകുന്ന സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, സെക്ഷൻ 206. 75. വാഹന ചെക്കിംഗ് സമയത്ത് വാഹനത്തിൻ്റെ രേഖകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ഇലക്ട്രോണിക് ഫോമിലും ഹാജരാക്കാം എന്ന് അനുവാദം നൽകുന്നത്? ഓപ്ഷൻ എ, കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം. 76. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 167(5) പ്രകാരം തയ്യാറാക്കിയ ഈ ചെല്ലാൻ എത്ര ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം? ഓപ്ഷൻ സി, 90 ദിവസം. 77. സ്പീഡ് ഗവർണർ ആവശ്യമുള്ള വാഹനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, KSRTC. 78. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 125 പ്രകാരം ഏത് വർഷത്തിനു ശേഷം നിർമ്മിക്കുന്ന വാഹനങ്ങൾക്കാണ് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ ബി, 1994. 79. സ്പാർക്ക് അറസ്റ്റർ ഏതുതരം വാഹനങ്ങളിലാണ് ഘടിപ്പിക്കേണ്ടത്? ഓപ്ഷൻ ഡി, ഹസാർഡസ് ഗുഡ്സ് വാഹനങ്ങൾ. 80. കാറ്റഗറി ടിയിൽപ്പെട്ട വാഹനത്തെ കെട്ടിവലിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ഡാഷ് കാറ്റഗറിയിൽപ്പെട്ട വാഹനങ്ങളാണ്? ഓപ്ഷൻ എ, കാറ്റഗറി N2 ആൻഡ് N3. 81. 1996 ഏപ്രിൽ 1-ാം തീയതി മുതൽ കേരള സർക്കാർ ചാരായം നിരോധിച്ചു. അബ്കാരി നിയമം 8(1)(2) വകുപ്പ് പ്രകാരം ചാരായം കൈവശം വെച്ചാലോ കച്ചവടം നടത്തുകയോ കടത്തുകയോ ചെയ്താൽ എന്താണ് ശിക്ഷ? ഓപ്ഷൻ സി, 1 ലക്ഷത്തിൽ കുറയാതെ പിഴയും 10 വർഷം വരെ തടവും. 82. 1077 അബ്കാരി നിയമം സെക്ഷൻ 3(10) പ്രകാരം മദ്യത്തിൻ്റെ നിർവചനത്തിൽ വരാത്തത് ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി, അരിഷ്ടം. 83. തിരുവനന്തപുരം എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും വാഹന പരിശോധന നടത്തുന്ന സമയം എ എന്നയാളെ
മാഹിയിൽ നിന്നും കൊണ്ടുവന്ന 6 കുപ്പി ബക്കാഡി XXX ഫ്രമുമായി അറസ്റ്റ് ചെയ്തു. കേരള സർക്കാരിന് നികുതിയും എക്സൈസ് ഡ്യൂട്ടിയും അടയ്ക്കാത്ത മദ്യം കൈവശം വെച്ചതിന് എയുടെ പേരിൽ അബ്കാരി നിയമം 1077 പ്രകാരം ഏത് വകുപ്പ് ചുമത്തി കേസെടുക്കാം? ഓപ്ഷൻ ബി 58. 84. അബ്കാരി നിയമം 1077 സെക്ഷൻ 67B പ്രകാരം അബ്കാരി കേസിൽ കണ്ടെടുത്ത വാഹനങ്ങൾ ഓതറൈസ്ഡ് ഓഫീസർ മുമ്പാകെ ഹാജരാക്കണമെന്ന് പറയുന്നു. എക്സൈസ് വകുപ്പിലെ ഏത് ഉദ്യോഗസ്ഥനെയാണ് ഓതറൈസ്ഡ് ഓഫീസറായി പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. 85. NDPS നിയമം 1985 പ്രകാരം വ്യാവസായിക അളവിൽ മയക്കുമരുന്ന് കൈവശം വെച്ചാൽ ഓപ്ഷൻ ബി 10 വർഷത്തിൽ കുറയാതെ 20 വർഷം വരെ തടവും 1 ലക്ഷത്തിൽ കുറയാതെ 2 ലക്ഷം രൂപ വരെ പിഴയും. 86. NDPS നിയമം 1985 ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുവാൻ വ്യവസ്ഥയുള്ളത്? ഓപ്ഷൻ സി 31A. 87. ഡീനച്ചുറൽ സ്പിരിറ്റ് എന്നാൽ? ഓപ്ഷൻ ബി പഠന യോഗ്യമല്ലാത്ത സ്പിരിറ്റ്. 88. സ്പെൻഡ് വാഷ് എന്നാൽ? ഓപ്ഷൻ എ വാഷിൽ നിന്നും പൂർണ്ണമായി ആൽക്കഹോൾ എടുത്ത് ബാക്കി വരുന്ന ദ്രാവകം. 89. സ്പിരിറ്റിൻ്റെ വീര്യം ഹൈഡ്രോമീറ്ററോ അനുയോജ്യമായ ഉപകരണം ഉപയോഗിച്ച് അളക്കുന്നതിന് ഓപ്ഷൻ ഡി ടു പ്രൂഫ് എന്ന് പറയുന്നു. 90. എക്സൈസുമായി ബന്ധപ്പെട്ട ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏറ്റവും ശരിയായത് ഏത്? ഓപ്ഷൻ സി 1, 2, 4 ശരിയാണ്. ദുഃഖ വെള്ളിയാഴ്ച, ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിവസം. 91. കേരളത്തിൽ വിൽപ്പന നടത്തുന്ന വൈനിൻ്റെ അനുവദനീയമായ മിനിമ വീര്യം എത്രയാണ്? ഓപ്ഷൻ എ ആണ് 8% വോളിയമാണ്. 92. കേരളത്തിൽ നികുതി വകുപ്പ് ടൂറിസം സെൻ്ററുമായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ബാർ, ബിയർ ആൻഡ് വൈൻ പാർലർ എന്നിവയുടെ പ്രവർത്തന സമയം നിജപ്പെടുത്തിയിരിക്കുന്നത് എപ്രകാരമാണ്? ഓപ്ഷൻ സി രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ. 93. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ 80 യാർഡ് ചുറ്റളവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന നിലവിലെ കോട്ട്പ നിയമപ്രകാരം കുറ്റകരമാണോ? ആണെങ്കിൽ കോട്ട്പ നിയമം ഏത് വകുപ്പ് പ്രകാരം എക്സൈസ് വകുപ്പിന് കേസെടുക്കാം? ഓപ്ഷൻ സി കുറ്റകരമാണ്. കോട്ട്പ നിയമം 6B പ്രകാരം. 94. കോട്ട്പ നിയമം 2003 പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന ഒരാൾക്കെതിരെ ഏത് വകുപ്പ് പ്രകാരമാണ് എക്സൈസ് വകുപ്പ് കേസെടുക്കുന്നത്? ഓപ്ഷൻ ബി കോട്ട്പ നിയമം 4RW 21. 95. കോട്ട്പ നിയമം 2003 സെക്ഷൻ 4RA, RB എന്നിവയ്ക്ക് പരമാവധി ഈടാക്കാവുന്ന പിഴ എത്രയാണ്? ഓപ്ഷൻ ഡി 200. 96. കേരള സർക്കാരിൻ്റെ വിമുക്തി മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെൻ്ററുകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും ശരിയായത് ഏത്? ഓപ്ഷൻ ഡി 1, 2, 4 ശരിയാണ്. 14 ജില്ലകളിലും ഓരോ ഡി അഡിക്ഷൻ സെൻ്റർ വീതം പ്രവർത്തിച്ചു വരുന്നു. ഡി അഡിക്ഷൻ സെൻ്ററുകളിലെ ചികിത്സ സൗജന്യമാണ്. ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ OP ചികിത്സയും IP ചികിത്സയും ലഭ്യമാണ്. 97. കേരള എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി ഡി അഡിക്ഷൻ്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ? ഓപ്ഷൻ ബി 14405. 98. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം ചെറുക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയം ശക്തിപ്പെടുത്തുന്നതിന് കേരള എക്സൈസ് വകുപ്പ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ഉണർവ്. 99. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ്. സൈബർ ഭീകരത നടത്തുകയോ അതിന് ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നവർക്ക് ജീവപര്യന്തം വരെ തടവ് ശിക്ഷയ്ക്ക് വിധേയരാകും. 100. വിവരസാങ്കേതിക വിദ്യാ നിയമത്തിൻ്റെ 78-ാം വകുപ്പ് പ്രകാരം ആ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള വ്യക്തി? ഓപ്ഷൻ ബി ഇൻസ്പെക്ടർ റാങ്കിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പം ഇത്രയാണ് 100 ചോദ്യങ്ങളും അതിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്പെടുത്തുമെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനൽ ആൻസർ കീ വന്നിട്ട് നമ്മളിതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിലൂടെ SCRT ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടു നോക്കുക. 5th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 6th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്പെഷ്യൽ എക്സാംസിൻ്റെയും ടെക്നിക്കൽ എക്സാംസിൻ്റെയും അടക്കമുള്ള PYQs എടുത്ത് ജനറൽ PSCക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് സഹിതമാണ് PYQ എക്സ്പ്ലനേഷൻ നടത്തുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.